ഹായ് ഫ്രണ്ട്സ്, ഇച്ചയും കൊച്ചൂസ് ബ്ലോഗിലേക്ക് ഇന്ന് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ UK സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ അത് എന്തുകൊണ്ടാണ് നമ്മൾ UK സിസ്റ്റത്തിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാതെ വരുന്നത്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒത്തിരി ആൾക്കാർ പുതുതായിട്ട് കുടിയേറുകയും പുതുതായിട്ട് ഒത്തിരി വന്നു കയറുന്ന ഫാമിലീസിനൊക്കെ നല്ല കൺഫ്യൂഷനാണ്. ഏത് സ്കൂളിൽ ചേരണം, സാധാരണ സ്കൂളിൽ ചേർന്നാൽ മതിയോ, പ്രൈവറ്റ് സ്കൂളിൽ പോകണോ, എന്താണ് ഗ്രാമർ സ്കൂൾ, അങ്ങനെ ആകെ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ പഠിച്ച് വളർന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അടുത്ത് ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞപ്പം നമുക്കത് ആ കാര്യം അറിഞ്ഞാൽ മാത്രം പോരാ, അത് പറഞ്ഞു തരാനോടൊരു കഴിവ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എമിനോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഇടുക. ഞങ്ങളിതൊരു സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എമിലാണ്. അപ്പം എമിലിൻ്റെ ഞങ്ങൾ വിളിക്കുന്ന ഉണ്ണിക്കുട്ടനാണ് ഇവരെ വിളിക്കുന്നതെങ്കിലും പുള്ളി ഇവിടെ സ്കൂളിംഗ് മുഴുവൻ കഴിയും, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇപ്പോൾ പുള്ളി ജോലിക്ക് കയറുകയാണ്. അതാണ് ഇപ്പോൾ അവരുടെ സ്റ്റാറ്റസ്. എൻ്റെ പേര് എമിൽ ജേക്കബ്. ഞാൻ ആക്ച്വലി ബോൺ നാട്ടിലായിരുന്നു. ഞാൻ 4 വയസ്സ് വരെ നാട്ടിലായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ UK വന്നത് ഒരു 2006 ആയിരുന്നു. എനിക്ക് 4 വയസ്സുള്ളപ്പോഴത്തേന്. അപ്പം 4 വയസ്സ് തൊട്ടുള്ള എല്ലാ എൻ്റെ എഡ്യൂക്കേഷൻ ഇവിടെയായിരുന്നു. ഞാൻ നാട്ടിലെ LKG മാത്രം, ലോ കിൻഡർഗാർട്ടൻ മാത്രം നാട്ടിൽ ചെയ്തുള്ളൂ. ഇവിടെ വന്ന് ചേർന്നത് റിസപ്ഷനിലോട്ടായിരുന്നു. എന്നിട്ട് റിസപ്ഷനിൽ തൊട്ട് ഇപ്പം മാസ്റ്റേഴ്സ് വരെ ഫുൾ UK കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത് എയറോസ്പേസ് എഞ്ചിനീയറിംഗിലാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ ഇപ്പം എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഈ സെപ്റ്റംബറിൽ ഗ്രാജുവേറ്റ് സ്കീമിൽ JLR ഒരു ജോബിലും കയറുവാണ്. ഇപ്പോൾ JLRോട്ട് അടുത്ത വർഷം സെപ്റ്റംബർ ജോലി കയറും. ഓൾറെഡി ജോലി കിട്ടി, ജോബ് ഓഫർ ഉണ്ട്. ഓഫർ എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ബേസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ സ്കോർ എഫക്ട് ചെയ്യത്തില്ല ജോബിൻ്റെ ഓഫർ. ജസ്റ്റ് ഈ സെപ്റ്റംബറിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് നാട്ടിൽ ഈ ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പോലത്തെ അങ്ങനെ ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറയുന്ന പോലത്തെ ഒരു സിസ്റ്റം ആക്ച്വലി ഇവിടെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റുഡൻസ് തന്നെ ഗ്രാജുവേറ്റ് സ്കീം ജോബ്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. യൂണിവേഴ്സിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചില ആസ്പെക്ട്സ്. നമുക്ക് ഇപ്പം ഇങ്ങനെ എംപ്ലോയബിലിറ്റി ഹബ്ബും എംപ്ലോയബിലിറ്റി അഡ്വൈസ് തരുന്ന ഓരോ സെക്ഷൻസ് ഉണ്ട്, ഒരു ഡിവിഷൻ തന്നെയുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ജോലി കണ്ടുപിടിക്കാം. പക്ഷേ അത് അല്ലാതെ ഈ കമ്പനികൾ നമ്മുടെ ക്യാമ്പസിലോട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് ചെയ്യുന്ന അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ കരിയേഴ്സ് ഫെയർ ഒക്കെ പോലെയുണ്ട്. ഇപ്പോൾ ഒരു ദിവസം കുറേ കമ്പനികൾ ഇങ്ങനെ കരിയർ ഫെയർ ആയിട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനി ഇതാണ്, ഞങ്ങളുടെ ഗ്രാജുവേറ്റ് സ്കീമിലുള്ള ജോലികൾ ഇതാണ്, നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മൊത്തം കാണാം, അതിൽ നിന്ന് വേണമെങ്കിൽ പോയി അപ്ലൈ ചെയ്യാം. അല്ലാതെ ആ ഇൻ്റർവ്യൂ അവിടെ തന്നെ നടത്തത്തില്ല. ഈ നിങ്ങൾക്ക് ഇത്ര നേരം കേട്ടതെന്ന് മനസ്സിലായല്ലോ. എനിക്ക് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും പിടികിട്ടിയില്ല. കാരണം നമ്മുടെ സിസ്റ്റം അല്ല ഇതെന്നുള്ളത് കുറേ കാലമായിട്ട്. ഇപ്പോൾ എൻ്റെ പിള്ളേർ 2 പേരും പഠിക്കുന്നത്, ഒരാൾ 6ാം ക്ലാസ്സിലും മറ്റേ ആൾ 3ാം ക്ലാസ്സിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ, 2ാം ക്ലാസ് കഴിയുന്നേ ഉള്ളൂ. പുള്ളിക്കാരുടെ 6ാം ക്ലാസ്സുകാരുടെ സാറ്റ്സ് എന്ന് പറഞ്ഞ എക്സാം അടുത്ത് വരുന്നു. ഇപ്പോഴാണ് ഇത്രയും നാൾ അവരിവിടെ പഠിച്ചിട്ട് സ്കൂളിങ് ചെയ്തിട്ട് ഇപ്പോഴാണ് അവർക്ക് ആദ്യമായിട്ടൊരു എക്സാം വരുന്നത്, പ്രോപ്പർ ഒരു എക്സാം. ഒരു സെൻറ്ററിൽ പോയിട്ട് എക്സാം ഹാളിൽ പോയിട്ട് എക്സാം എഴുതാൻ പോകുന്നു ഇപ്പോഴാണ്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ ഓടി നടക്കുന്നു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പലയിടത്തും. അത് ഈ മാർക്ക് വെച്ച് കിട്ടണമെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർക്ക് ആ മാർക്ക് കിട്ടിയാലും പോരാ, അങ്ങനെ ചിലടത്ത് കിട്ടത്തില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോൾ ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എല്ലാവർക്കും അറിയേണ്ടത് ഈ 6ാം ക്ലാസ്സിലെ എക്സാം പാസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഇതൊരു എൻട്രൻസ് ടൈപ്പ് ഓഫ് എക്സാമാണ്, ഇത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റുമെന്ന് മാത്രമാണ് ഇപ്പോഴുള്ള നിലവിലുള്ള അറിവ്. ഇവിടെ ഇത്രയും വർഷം ഞാൻ ഒരു 14 വർഷത്തോളം ആയെന്ന് തോന്നുന്നു, അല്ലേ? 14 വർഷത്തോളമായി ഞാനിവിടെ താമസിക്കുന്നു. എൻ്റെ അറിവ് ഇതിനകത്ത് ഇതാണെങ്കിൽ ഇപ്പോൾ വന്ന് കയറി 1, 2, 3 വർഷമായി നിങ്ങൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും എനിക്ക് പോലും ആൻസർ ചെയ്യാൻ വയ്യാത്ത ചോദ്യങ്ങളാണ്, പല ഡൗട്ടുകളും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എമിനെ പോലെ ആളുടെ ഹെൽപ്പ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം, എന്താണ് സ്കൂളിംഗ് സിസ്റ്റം ഇവിടുത്തെ എന്നുള്ളത് എക്സ്പീരിയൻസ് അവൻ്റെ ഭാഷയിൽ അവനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഇവിടുത്തെ ടേംസ്, നമ്മുടെ നാട്ടിൽ സാറിന് സ്കൂൾ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ജൂൺ, മഴക്കാലത്തോടുകൂടി ജൂൺ തുടങ്ങുന്നു. പിന്നെ ആകെ 3 എക്സാംസ്, ഒന്ന് ഓണത്തിൻ്റെ ഒരു എക്സാം, പിന്നെ ക്രിസ്മസിൻ്റെ എക്സാം, അതിനോട് അനുബന്ധിച്ച് 2 അവധികളുണ്ട്, പിന്നെ വലിയ അവധി, അതായത് ചൂടുകാലം ആകുമ്പോഴത്തേനും മെയ് ആകുമ്പോഴത്തേനും ഒരു അവധി വരുന്നു, പിന്നെ വീണ്ടും ജൂൺ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ ടേംസും വർഷവും ഓടുന്നത്. ഇവിടെ എങ്ങനെയാണ് സ്കൂളിൻ്റെ വർഷങ്ങൾ പോകുന്നത്? ഇവിടെ സോ ബേസിക്കലി നഴ്സറി തൊട്ട് നമ്മൾ 11ാം ക്ലാസ് വരെ റഫ്ലി ഹോളിഡേ ടേം ടൈമും എല്ലാം സെയിം ആണ്. 11ാം ക്ലാസ് അല്ല, 13ാം ക്ലാസ് വരെ ഏകദേശം എല്ലാം സെയിം ആണ്. സോ സെപ്റ്റംബർ ഏകദേശം തുടക്കത്തിൽ, ലൈക്ക് 1 വീക്ക് ഇൻ സെപ്റ്റംബർ 7th ആ റേഞ്ചിനടുത്ത് വരുമ്പോഴത്തേന് ടേം തുടങ്ങും. എന്നിട്ട് പിന്നെ ഹാലോവീൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോളിഡേ വരെ ടേം ഉണ്ട്. സോ എൻഡ് ഓഫ് ഒക്ടോബർ വരെ ഒരു ഹാഫ് ടേം അവധി വരും. സോ ഇവിടെ ഫുൾ ടൈം ഹോളിഡേയ്സും ഉണ്ട്, ഹാഫ് ടൈം ഹോളിഡേയ്സും ഉണ്ട്. ഹാഫ് ടൈം ഹോളിഡേയ്സ് നോർമലി ഒരാഴ്ചത്തെ അവധി, ഫുൾ ടൈം ഹോളിഡേയ്സ് മേ ബി 2 to 3 weeks ആ റേഞ്ചിൽ വരുന്നതാണ്. അപ്പം ഹാഫ് ടൈം ഹോളിഡേ, ആദ്യത്തെ ഹാഫ് ടൈം ഹോളിഡേ വരുന്നത് ഒക്ടോബറിൻ്റെ അവസാനം ആകുമ്പോഴത്തേന് ഒരാഴ്ചത്തെ അവധി.
പിന്നെ ക്രിസ്മസ് വരുമ്പോഴത്തേനും ഒരു 2 to 3 വീക്ക് ഹോളിഡേ വരും. അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി അവസാനം ആകുമ്പോഴത്തേന് വീണ്ടും ഒരു ഹാഫ് ടൈം ഹോളിഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈസ്റ്ററിന്റെ ഹോളിഡേ. പിന്നെ ഈസ്റ്ററിൻ സമ്മർ ഹോളിഡേസിന്റെ ഇടയ്ക്കും പിന്നെ എനിക്ക് തോന്നുന്നത് മെയ് ആ സമയമാകുമ്പോൾ വീണ്ടും ഒരു ഹോളിഡേ വരും. അത് കഴിഞ്ഞ് പിന്നെ ജൂലൈ എൻഡ് ആകുമ്പോഴാണ് ഇവിടുത്തെ ഫുൾ ടൈം തീരുന്നത്. സോ സെപ്റ്റംബർ ടു ജൂലൈ ആണ് ഇവിടുത്തെ ഒരു ആക്കഡമിക് ഇയർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡിഫറൻസ് ആകുന്ന മെയിൻ കാരണം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ട് വരുമ്പോഴത്തേനാണ് ഈ ടേം ടൈം ഡിഫർ ചെയ്യുന്നത്. കാരണം യൂണിവേഴ്സിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഹാഫ് ടൈം ഹോളിഡേസ് എന്ന് പറയുന്ന പരിപാടി അങ്ങ് നിർത്തും, അതില്ലാതോ. പക്ഷെ അതിന് പകരം നമുക്ക് ഫുൾ ടൈം ഹോളിഡേസ് കിട്ടുന്ന കുറച്ചും കൂടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഹോളിഡേസാണ്. അപ്പം നമുക്ക് ക്രിസ്മസിന് മിനിമം എന്നായാലും 3 weeks ആയാലും കിട്ടും, ഈസ്റ്ററിനും മിനിമം എന്നായാലും 3 weeks ആയാലും കിട്ടും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഹോളിഡേയ്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന വിഷയം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡി ലീവോ അല്ലെങ്കിൽ റീഡിംഗ് വീക്ക് പോലത്തെ സമയം കിട്ടും. ഇപ്പം ഈ കൂടുതൽ ഈ ഫിലോസോഫിക്കൽ കോഴ്സസ്, ഇങ്ങനെ ഈ ഹിസ്റ്ററി അങ്ങനത്തെ പോലെ ഈ കുറേ റീഡിങ് റിക്വയർഡ് ആയിട്ടുള്ള കോഴ്സസിനല്ല അവരൊരു റീഡിംഗ് വീക്ക് എന്ന് പറഞ്ഞ ഒരു വീക്ക് തന്നെ അങ്ങ് കൊടുത്തിരിക്കും. പക്ഷേ എൻ്റെ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് അങ്ങനെ ഒരു സംഭവമില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ അധികം ഓരോ ടെക്സ്റ്റ് അങ്ങനെ വായിക്കേണ്ട ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു റീഡിംഗ് വീക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പം യൂണിവേഴ്സിറ്റി വരുമ്പോൾ നമ്മുടെ സമ്മർ ഹോളിഡേയ്സ് ഒരു എൻഡ് ഓഫ് മെയ് തൊട്ട് സെപ്റ്റംബർ അവസാനം വരെയുണ്ട്. സോ ഒരു 3 months ഉണ്ട്. അതാണ് യൂണിവേഴ്സിറ്റിയുള്ള ഡിഫറൻസ്. പക്ഷേ വേറെ നമ്മളിപ്പോൾ സ്കൂളിലായിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ഓവർ 1 month അതാണ് നമ്മുടെ കോഡ്. കാരണം ജൂലൈ അവസാനം തീരുന്നു അവധി, പിന്നെ അടുത്ത ആക്കഡമിക് ഇയർ സെപ്റ്റംബർ തുടക്കമാകുമ്പോൾ തുടങ്ങും. സോ ജസ്റ്റ് ഓവർ എ മന്ത് എന്ന് വേണമെങ്കിൽ പറയാം സ്കൂളിലായിരിക്കുന്ന സമയത്ത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്നതാണ് ഇവിടുത്തെ സ്കൂളുകളുടെ ഒരു ബുദ്ധിമുട്ടെന്നുള്ളത്. ഇനി ഇതാണ് നിയോ ബിജു, എമിലിൻ്റെ കസിനാണ് നിയോ. അമ്മയുടെ അനിയത്തിനും പോയിട്ടില്ല. അപ്പം അവൻ ഗൾഫിലാണ് അവൻ്റെ സ്കൂളിൽ ഭൂരിഭാഗം ചെയ്തത്. ഇപ്പോൾ നീ ഇവിടെ ജോയിൻ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഏത് ക്ലാസ്സിലോട്ട്? ഞാനിവിടെ A levelsന് G levelsനാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ 11 അപ്പം അവൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഭൂരിഭാഗം ഉള്ളത്, നാട്ടിനെക്കാട്ടും കൂടുതൽ. അപ്പം സ്റ്റിൽ ഹി ഫീൽസ് ഡിഫറെൻറ്റ്. ഇവിടെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ട്? വളരെ ഡിഫറെൻ്റ് ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സ്കൂൾസ്, എന്താണ് സ്കൂളുകളുടെ ഡിഫറെൻറ്റ് ലെവൽസ്. അതായത് നമ്മൾ പഠിക്കുന്ന നാട്ടിലെ പോലെ പ്രൈമറി, അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി, പിന്നെ കഴിഞ്ഞ് ഹൈസ്കൂള്, ആ ഒരു പാറ്റേൺ ആണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് അറിയുന്ന പാറ്റേൺ. ഹൈസ്കൂളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം തീരുമാനമായി. ഇപ്പം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ SSLC പഠിക്കുന്നതോടെ ജീവിതം ധന്യമായി. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. SLC പാസ്സായി കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവമായിരുന്നു. SLC പാസ്സായി ജീവിതം തീർന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം SLC പാസ്സായി, പിന്നെ പ്രീഡിഗ്രി ആയിരുന്നു. പ്രീഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രി വന്നു. അപ്പം ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാകാം, നമുക്ക് ലാംഗ്വേജുകളുടെ ഡിഗ്രി എടുക്കാം, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ പോകണേ അങ്ങനെ പോകാം, MBBS പോകണേ, BDS പോകണേ അങ്ങനെ പോകാം. അപ്പം നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറയാം, അതാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടുന്ന BTech അല്ലെങ്കിൽ MBBS അങ്ങനത്തെ ഡിഗ്രികളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ശേഷം ഹയർ സ്റ്റഡീസിന് പോകുന്നത് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് നമുക്ക് അതുവരെ ഞങ്ങളുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ എഡ്യൂക്കേഷൻ മൊത്തം ഫണ്ടിങ് പോകുന്നത് പേരൻസിൻ്റെ നിന്നാണ്. അവരാണ് ഭൂരിഭാഗം നമ്മുടെ ഫണ്ട് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇതാണ് ഇവിടുത്തെ വെച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് നാട്ടിൽ. പിന്നെ അതിനുശേഷം ഫർദർ പഠിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ കരിയറിനെ ആശ്രയിച്ചിരിക്കും. കരിയറിൽ എത്രയും വേഗം ജോലിക്ക് കയറുക എന്നുള്ളതാണ് നാട്ടിൽ ഇന്ത്യയിലെ സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രത്യേകത. അതിൽ ജോലിക്ക് കയറുന്ന രീതിയിലോട്ടാണ് ഈ സിസ്റ്റം മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നാട് വിട്ട് പോകുമായിക്കോട്ടെ, നാട്ടിൽ കയറുമായിക്കോട്ടെ, BTech കഴിഞ്ഞാൽ അന്നേരം ജോലിക്ക് കയറുക, MTechനൊക്കെ പോകുന്നത് കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ചാടിക്കയറി പോകുന്നു. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് അങ്ങനൊരു സിസ്റ്റമേ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എബിനോട് ആദ്യമേ ചോദിക്കുക, എന്താണ് അവനത് മനസ്സിലായത്, ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് അവനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ എന്തുവാണ് പല ഡിഫറെൻറ്റ് സ്കൂളുകൾ ഇവിടുത്തെ മെയിൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ് സ്കൂൾ പോലത്തെ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഗ്രാമർ സ്കൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുണ്ട്. ഇപ്പം ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജനറൽ സ്കൂൾ, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ള ഇത്. ഇപ്പോൾ ഫീസ് ഒന്നുമില്ല, നമ്മൾ എക്സ്ട്രാ കാശൊന്നും കൊടുക്കേണ്ട സ്റ്റേറ്റ് സ്കൂൾ പോലെ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ടെസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്മിഷൻസിന് വേണ്ടി ജസ്റ്റ് ഒരു മിനിമം ക്രൈറ്റീരിയ അവർ വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ കാത്തലിക് സ്കൂൾ ഉണ്ടെങ്കിൽ അവരുടെ അപ്പം ഓരോ റിലീജിയസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ ആക്കഡമിക് റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ ഫീസ് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാമർ സ്കൂളാണ്. ഗ്രാമർ സ്കൂളിൽ കയറണമെങ്കിൽ പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ തന്നെ ഒരു എക്സാംസ് ഉണ്ടായിരിക്കും. അതപ്പോൾ അത് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം മിക്ക സമയം ഇവിടെ എനിക്ക് അറിയാവുന്നത് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രൈമറി സ്കൂളിൽ നിന്ന് സെക്കൻഡറി സ്കൂളിലോട്ട് മാറുന്ന ആ ട്രാൻസിഷനാണ് കൂടുതൽ പിള്ളേരും ഈ ഗ്രാമർ സ്കൂളിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സെക്കൻഡറി സ്കൂളിൻ്റെ എഡ്യൂക്കേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ എഡ്യൂക്കേഷന് പിള്ളേർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ വേണ്ടിയത് കൊണ്ട് ഗ്രാമർ സ്കൂളിലോട്ട്
സാറ്റ്സ് ഇല്ല, സാറ്റ്സിന്റെ എക്സാം അല്ല, സാറ്റ്സിന്റെ എക്സാം കൂടാതെ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് എക്സാം ആ സ്കൂളിന്റെ തന്നെ ചെയ്യണം. എന്നിട്ട് ആ സ്കൂൾ തന്നെ അവരുടെ ഓൺ സ്കോഴ്സ് ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഇന്ന മാർക്ക് വേണം കയറാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഗ്രാമർ സ്കൂൾസിലൊക്കെ കയറണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സാറ്റ്സ് എക്സാമിൽ നല്ല മാർക്ക് വേണം. പിന്നെ അവരുടെ എൻട്രൻസ് എക്സാം, അവരുടെ ബേസിക്കലി ഒരു ഗ്രാമർ സ്കൂളിൻ്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതിൽ നല്ല മാർക്ക് കിട്ടിയാലേ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതപ്പോൾ കൂടുതൽ ആൾക്കാർ പോകുന്നത് ഈ സെക്കൻഡറി സ്കൂളിൽ. ഇപ്പോൾ ചിലയിടത്ത് പ്രൈമറി സ്കൂളും നമുക്ക് ഈ ഗ്രാമർ സ്കൂളായിട്ട് കയറാൻ പറ്റും. പക്ഷേ കൂടുതൽ ആൾക്കാർ അവരുടെ പിള്ളേരെ വിടുന്നത് ഈ സെക്കൻഡറി സ്കൂൾ വരുമ്പോൾ തന്നെ, കാരണം അവിടെയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ നടക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളാണ്. അവിടെ പ്രത്യേകിച്ച് നമുക്കിന്നെ പഠിത്തത്തിനായിട്ട് ഇന്ന റിക്വയർമെന്റ്സ് വേണമെന്നില്ല. നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ കാശുണ്ടോ നിങ്ങൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ പോകാനുള്ള ഇത് കിട്ടും. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിലോട്ട് ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുത്തും ഈ മോവാലി പോലത്തൊക്കെ വരുന്നത്? ഇല്ല, അങ്ങനെയില്ല. ഇവിടുത്തെ ഇപ്പം റിച്ച് ടീംസ്, ഇവിടെ തന്നെ UK റിച്ച് ആൾക്കാരൊക്കെ പോകുന്നത് പ്രൈവറ്റ് സ്കൂൾസിലോട്ട് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒരു കൊച്ചിനെ നമുക്ക് ഇവിടുത്തെ സ്റ്റേറ്റ് സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും? പറ്റും. ഇവിടുത്തെ ഇപ്പൊ പിള്ളേർക്ക് ആക്ച്വലി വന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇനവേ അപ്പം ഞങ്ങൾക്ക് ചെയ്ത് അങ്ങനെയാണ്. കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് ഇപ്പം ചേച്ചി ഇവിടെ വന്ന് കയറിയപ്പോഴത്തേന് 2ാം ക്ലാസ്സിലോട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ജനറൽ നമ്മൾ അഡ്മിഷൻ അങ്ങോട്ട് കയറുക, അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിന് അന്നേരം നാട്ടിലത്തെ പേപ്പേഴ്സ് ഒന്നും വേണ്ട, നമ്മൾ ഇവിടുത്തെ ആ ഏജ് മാത്രം നോക്കുന്നു. നാട്ടിൽ അത് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന വർഷം അനുസരിച്ചിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നത് ഇൻഫന്റ് സ്കൂൾ ആയതുകൊണ്ട് അങ്ങനെ വലിയ ആക്കഡമിക് റിക്വയർമെന്റ്സ് ഇല്ല. ഇപ്പം നമ്മൾ കയറി വരുന്നത് ഇപ്പം ഇവൻ്റെ എക്സാമിൽ ഇപ്പം നേരെ ഇവിടുത്തെ കോളേജിലോട്ടാണ് വരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ആ എക്സാം റിസൾട്ട്സ് വേണം. ഇപ്പം ഇവൻ വന്ന് കയറിയത് ഇവിടുത്തെ കോളേജിലോട്ട്. അപ്പം നാട്ടിലെ SSLC അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലെ ഹയർ എക്സാമിൻ്റെ ആ റിസൾട്ട് ഷീറ്റ്സ് ഇവിടെ കാണിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ A ലെവലിനോ അതോ അല്ലെങ്കിൽ കോളേജ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഓരോ ആക്കഡമിക് ഗ്രേഡ് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ളത്. ഇപ്പം ഞാൻ ചെയ്ത് CBSE ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് CBSE റിസൾട്ട്സ് അവരങ്ങനെ അംഗീകരിക്കത്തില്ല. അപ്പം നമ്മൾ അതിന് ഒരു UKNARC എന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് അവിടെ അഡ്മിഷൻ ഇതാക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഈ അഡ്മിഷൻ എല്ലാം പ്രോസസ്സിംഗ് സ്മൂത്ത് ആണ്. പക്ഷേ ഇത് കൺഫേം ചെയ്ത് കൊടുക്കണം. അതേ ഉള്ളൂ. അവർ അഡ്മിഷൻസിന്റെ ആ കാര്യത്തിൽ അവർ ഓക്കെയാണ്. നിങ്ങൾക്ക് ഏത് വിഷയങ്ങളാണ് ഇപ്പോൾ ഇവന്റെ എക്സാമ്പിളാണെങ്കിൽ കോളേജിന് ഏത് വിഷയങ്ങളാണ് ചെയ്യേണ്ടത് അതെല്ലാം ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക, ഓക്കെ, ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നിങ്ങളുടെ റിസൾട്ട്സ് ഒന്ന് കാണിച്ചാൽ മതി. ആദ്യം നമ്മൾ റിസൾട്ട്സ് കാണിക്കും. എന്നിട്ട് അവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആണെങ്കിൽ അവർ യെസ് ഓ നോ എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയോ ഓക്കെ ഞങ്ങൾക്ക് ഇത് ഇവിടുത്തെ ഗവൺമെന്റിൽ അപ്രൂവ് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് ബേസ് സിസ്റ്റം വേണ്ടെങ്കിൽ എനിക്കൊന്ന് ഇവന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞിരുന്നത് ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പം ഇന്റർനാഷണലിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ SSLCയുടെ അല്ലെങ്കിൽ CBSEയുടെ ഒക്കെ ബോർഡിലെ എക്സാം റിസൾട്ട്സ് കൺവേർട്ട് ചെയ്യും. ഇവിടുത്തെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തെ വെച്ച് എന്നാ മാർക്ക് ആയിരിക്കും അത് ആവറേജ് വരുന്നതെന്നുള്ളത്. എന്നിട്ട് അതിന്റെ ബേസ് ചെയ്താണ് പിന്നെ അഡ്മിഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്കൂളുകളുടെ ഡിഫറൻസ്. സ്റ്റേറ്റ് സ്കൂൾസ്, ഗ്രാമർ സ്കൂൾസ്, ഇൻഡിപെൻഡന്റ് സ്കൂൾ നമ്മൾ പറഞ്ഞു. ഹോം സ്കൂളിംഗ് അങ്ങനെ സംഭവം ഉണ്ട് ഇവിടെ. ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇപ്പം അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം എൻ്റെ അറിവിൽ തന്നെ എനിക്ക് ആൾക്കാരെ അറിയത്തില്ല ഈ ഹോം സ്കൂളിംഗ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്കറിയാവുന്ന 2 പേര് മാത്രമേ ഉള്ളൂ എൻ്റെ ഹോൾ ലൈക്ക് 1ാം ക്ലാസ് തൊട്ട് എനിക്കറിയാവുന്ന പിള്ളേർ ഇന്ന് സ്കൂളിംഗ് തുടങ്ങിയിട്ട് എന്നിട്ട് പിന്നെ ഹോം സ്കൂളിലോട്ട് മാറിയത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു പേഴ്സണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചാണ് അവർ മാറിയത്. അല്ലാതെ അതിൻ്റെ കൂടുതൽ എക്സാം റീസണിങ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഹോം സ്കൂളിംഗ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ ക്വാളിഫിക്കേഷൻസ് എടുക്കാൻ പറ്റും നമ്മുടെ ഈ എക്സാമിനേഷൻസ് ആയിട്ടുള്ളത്. ഹോം സ്കൂൾ ചെയ്തൊരു കൊച്ചിനും ഈ വന്ന യൂണിവേഴ്സിറ്റിയിലും ജോയിൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഇപ്പം A ലെവൽസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. യൂണിവേഴ്സിറ്റിയുടെ അവരുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പല്ല എനിക്ക്. പക്ഷേ എൻ്റെ വിശ്വാസം അവർക്ക് എക്സാംസിൽ അപ്പിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഫുൾ സിസ്റ്റത്തിന് അതിപ്പം പ്രീ സ്കൂള് അല്ലെങ്കിൽ എൻ്റെ അഡ്മിഷൻസ്, നഴ്സറി അതെല്ലാം 6th വരെയുള്ള സംഭവം ഓക്കെയാണ്. 6ാം ക്ലാസ് വരെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ പോലെ തന്നെ നാട്ടിൽ നിന്നൊരു കൊച്ചു വന്നു, അതിന് ഇതുപോലെ ഏജ് മാത്രം നോക്കിയാൽ മതി ഇല്ലേ പോരെ. നഴ്സറി കയറുന്നത് 3ാം ക്ലാസ്സിൽ നഴ്സറി കയറുന്നു, 3 മുതൽ 4 വയസ്സ് വരെ നഴ്സറി കയറുന്നു. 5ാം ക്ലാസ് ആകുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് 1ാം ക്ലാസ്സിൽ കയറും. ഇയർ 1 എന്നാണ് ഇവിടെ പറഞ്ഞത്, ഇയർ 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഇയർ 1, ഇയർ 2, ഇയർ 3. അപ്പോൾ ഇത് 1 ഉം 2 കീ സ്റ്റേജ് എന്ന് വിളിക്കുന്നു അല്ലേ, കീ സ്റ്റേജ് എന്ന് തന്നെ വിളിക്കുന്നു. കീ സ്റ്റേജ് 1 കീ സ്റ്റേജ് 2. അപ്പോൾ അതാണ് പ്രൈമറി വിദ്യാഭ്യാസം അല്ലേ. അപ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ട് ഇപ്പം കീ സ്റ്റേജ് 1, കീ സ്റ്റേജ് 2, കീ സ്റ്റേജ് 3, കീ സ്റ്റേജ് 4, അത് പിന്നെ ഉണ്ട്. അത് ഇനി അത് കീ സ്റ്റേജ് അത് കൂടിക്കൊണ്ടിരിക്കും. അത് അല്ലാതെ 6ാം ക്ലാസ് കഴിഞ്ഞ ഹൈസ്കൂൾ അല്ലല്ല. പിന്നെ അത് കീ സ്റ്റേജ് 3, കീ സ്റ്റേജ് 4, കീ സ്റ്റേജ് 5 അതെല്ലാം ഉണ്ട്. അത് കൂടിക്കൊണ്ടിരിക്കും. അത് എനിക്കത് കീ സ്റ്റേജ് 6 വരെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പം ഓക്കെ 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവർക്കൊരു എക്സാം ഉണ്ടെന്ന് ആദ്യം അറിയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്താണ് ആ എക്സാമിൻ്റെ പ്രാധാന്യം? സാറ്റ്സ് എന്ന് പറഞ്ഞ എക്സാം എന്തിനാണ്? സാറ്റ്സ് എന്ന് പറയുന്ന എക്സാമാണ് അത് പിള്ളേരുടെ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ഒരു പോയിന്റാണ്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു സ്കൂളിങ്ങിൻ്റെ എൻഡ് ജേർണി പോലെ. ഇപ്പം നമ്മുടെ ഇപ്പോൾ GCSE ആണെങ്കിൽ നമ്മുടെ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ്റെ എൻഡാണ്.
ഇപ്പോൾ സാറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ്റെ എൻഡിങ് പോലെ വരും. സോ സാറ്റ്സ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റ് എക്സാം, കാരണം നമുക്ക് സെക്കൻഡറി സ്കൂളിലോട്ട് കയറുന്നതിന് മുമ്പേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു എക്സാമാണ്. ആ റിസൾട്ട്സിൻ്റെ സാറ്റ്സ് എക്സാമിൻ്റെ റിസൾട്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചില സമയത്ത് ഇപ്പം ഗ്രാമർ സ്കൂളിലാണെങ്കിൽ നമുക്ക് സെലക്ഷൻ കിട്ടുന്ന ഗ്രാമർ സ്കൂൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സ്കൂളിലോട്ടാണ് പിന്നെ പോകുന്നതെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഏത് ഗ്രൂപ്പിനകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഓരോ വിഷയങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മളെ ഓരോ എബിലിറ്റി ബേസ് അവർ തിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ അത് ഞങ്ങൾക്ക് 2 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഒന്ന് എക്സ്റ്റൻഷൻ, പിന്നെ ഒന്ന് കോർ. അപ്പോൾ എക്സ്റ്റൻഷനകത്ത് ഏകദേശം ഇപ്പം റിലേറ്റീവ്ലി സ്മാർട്ടായിട്ടുള്ള പിള്ളേരെയാണ് എക്സ്റ്റൻഷന് വെക്കുന്നത്. പിന്നെ കോറിനകത്ത് കുറച്ചും കൂടെ ലെസ് ഏബിൾ ആയിട്ടുള്ള പിള്ളേർക്ക് അക്കാഡമിക്സിനകത്ത് വെക്കുന്നത്. അപ്പോൾ അത് എല്ലാ വിഷയത്തിനും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മ്യൂസിക് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാ എല്ലാത്തിനകത്തും ഈ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഓരോ ഗ്രൂപ്പ്സിനകത്ത് തന്നെ ഈ എക്സ്റ്റൻഷനും ഗ്രൂപ്പിനകത്ത് തന്നെ ഓരോ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ഇപ്പം E1 എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ 1 അതാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് കയറാവുന്നത്. പിന്നെ എക്സ്റ്റൻഷൻ 2, എക്സ്റ്റൻഷൻ 3, എക്സ്റ്റൻഷൻ 4, അത് കഴിഞ്ഞ് പിന്നെ കോർ 1, കോർ 2, കോർ 3. അപ്പോൾ ഈ റാങ്കിങ്സിൽ തന്നെ എക്സ്റ്റൻഷൻ 1-നകത്തായിരിക്കും ഏറ്റവും ടോപ്പ്, ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള പിള്ളേരെ ഇരുത്തുന്നത്. പിന്നെ അതിനനുസരിച്ച് അങ്ങനെ ഓരോ റാങ്കിങ് കുറച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ആ ഓരോ റാങ്കിങ്ങിന് നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്കൂളിൽ ചേർന്നപ്പോൾ തന്നെ നീ റെസ്റ്റ് ഓഫ് ദ സ്കൂൾ ഇയേഴ്സ് നമ്മൾ ആ ഒരു ഇതിനകത്ത് തന്നെ നിന്ന് പോകുമെന്നുള്ള ഒരു ഇതില്ല. ഇപ്പം കൊച്ചു നമ്മൾ കുറേ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നെങ്കിൽ റാങ്കിങ് കൂട്ടുകയും നമ്മുടെ എക്സാം പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് പെർഫോമൻസ് അനുസരിച്ച് ടീച്ചർമാർ ഡിസൈഡ് ചെയ്യും ഈ കൊച്ചിനെ അടുത്ത മേളിലുള്ള ക്ലാസ്സിലോട്ട് കയറണോ അല്ലെങ്കിൽ ഉള്ളത്. ഇപ്പം അതേപോലെ തന്നെ അത് കുറയ്ക്കുകയും ചെയ്യും. ഇപ്പം ഒരു കൊച്ചിൻ്റെ പെർഫോമൻസ് ആ ക്ലാസ്സിലുള്ളതിൻ്റെ എബിലിറ്റി മാച്ച് ചെയ്യുന്നല്ലെങ്കിൽ അതിനെ ലോവർ ആയിട്ടുള്ള ഒരു സെറ്റിലോട്ട് മാറ്റാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 7ാം ക്ലാസ് തൊട്ട് പിന്നെ 11ാം ക്ലാസ് വരെയാണ് ഇവിടുത്തെ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് അവർ പറയുന്നത്. ഈ GCSE എക്സാംസിന് തൊട്ട് മുമ്പേ ഉള്ള ക്രിസ്മസ് വരുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസ് മോക്ക് എക്സാംസ് പോലെയുണ്ട്. മെയിനായിട്ടുള്ള ഈ GCSE എക്സാമിൻ്റെ പഠിത്തം തുടങ്ങുന്നത് അപ്പം 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഈ 9ാം ക്ലാസ്സിൻ്റെ അവസാനം ആകുമ്പോഴത്തേനാണ് നമ്മൾ ഈ 10ലും 11ലും പഠിക്കുന്ന ഏത് ഓപ്ഷൻസ് ആണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അല്ല നമുക്കെന്ന് പറയുമ്പോഴത്തേന് 11th 10th നമ്മുടെ CBSE ബോർഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇല്ല അതിൻ്റെ നമ്മളിപ്പോൾ സയൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ PCMB എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. പിന്നെ നമ്മുടെ ഈ A star to E അല്ലെങ്കിൽ A star to U വരെയുള്ള ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പം എൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ A to D ആണ് ഞാൻ ചെയ്യുന്ന കോഴ്സിന്. അപ്പം അവർ പറയുന്നത് D കിട്ടുവാണെങ്കിൽ നിങ്ങൾ പാസ്സാവും. അപ്പം ആ C കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വെച്ചാൽ അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻ്റെ കോഴ്സിൻ്റെ അകത്ത് എനിക്ക് C വേണം. പറഞ്ഞത് GCSE എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പം GCSE എക്സാമിൻ്റെ സ്കോറിങ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന തലത്തിനകത്ത് ആ സ്കോറിങ് വരുന്നത് എങ്ങനെയാണ്? 12th and 13th സ്റ്റാൻഡേർഡിനാണ് 6th ഫോം. ഒരു സ്കൂളിൻ്റെ തന്നെ 12th and 13th ഇയർ ചെയ്യുമ്പോഴത്തേനാണ് അതിനെ 6th ഫോം എന്ന് വിളിക്കുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രീഡിഗ്രി +2 ആയെന്ന് പറഞ്ഞ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ വരെയുള്ള പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ പാത്ത് മാറിപ്പോകുന്ന എല്ലാം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ അപ്പോൾ ഈ A level എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ നമുക്കൊരു ടേണിംഗ് പോയിന്റ് പോലെ തന്നെയാണ് നമ്മുടെ. കാരണം A level കഴിയുമ്പോഴാണ് മിക്ക ആൾക്കാരുടെ കരിയർ ഏത് ഡയറക്ഷനിലായിട്ടോ പോകുന്നതെന്നുള്ളത് ഒരു റഫ് ഐഡിയ നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ കണക്ക് അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ GCSEയിൽ ഓൺ ആവറേജ് മോസ്റ്റ് സ്കൂളിൽ അല്ലെങ്കിൽ മോസ്റ്റ് കോളേജിൽ ഇവിടെ മിനിമം 7 ഗ്രേഡേലും കിട്ടണം. 7 ഗ്രേഡിംഗ് സിസ്റ്റം 7 കിട്ടിയാലേ നമുക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസസ് നമ്മൾ കോളേജിൽ അവർ ചെയ്യാൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് അതെങ്ങനെ സ്കോർ കൈകാര്യം ചെയ്യുന്നത് 7 എന്നുള്ള കണക്ക് വരുന്നത് എങ്ങനെയാ? മെയിൻലി 12ാം ക്ലാസ്സിന്റെ എൻഡ് ഓഫ് 12th ഇയർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു സെറ്റ് എക്സാംസ് ഉണ്ട്, സമ്മർ എക്സാംസ് പോലെ തന്നെയാണ്. പക്ഷെ ആ എക്സാംസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 13ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ നമുക്കൊരു സെറ്റ് ഈ പ്രഡിക്റ്റഡ് ഗ്രേഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നിട്ട് ആ പ്രഡിക്റ്റഡ് ഗ്രേഡ്സ് വെച്ചാണ് എല്ലാ സ്റ്റുഡൻസിനും അവരുടെ ഓൺ സെറ്റ് ഓഫ് പ്രഡിക്റ്റഡ് ഗ്രേഡ്സ് ഉണ്ട്. എന്നിട്ട് ആ ഗ്രേഡ് വെച്ചാണ് നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഓരോ യൂണിവേഴ്സിറ്റി അവരുടെ സെറ്റ് ഗ്രേഡ് റിക്വയർമെന്റ് ആണ്. അപ്പം നമ്മുടെ പ്രഡിക്റ്റഡ് ഗ്രേഡ്സ് സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം 3 BA ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ആ ലെവലിലുള്ള യൂണിവേഴ്സിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് കൂടുതൽ പോയി അവർ എന്നാ രീതി ചുമ്മാ ഒന്ന് പോയി നമുക്ക് അതിന് വേണ്ടിയുള്ള ബാക്കിംഗ് ആണ്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചാണ് UK ആവറേജ് ഗ്രാജുവേറ്റ്സിന് കിട്ടുന്ന ശമ്പളം അറൗണ്ട് ഒരു 30K മാർക്കാണ്. അൺലെസ് നമ്മൾ ടീച്ചിങ് ആണെങ്കിൽ കുറച്ചും കൂടെ കുറവ് കാശ് വരുന്നത്. പക്ഷേ ഓൺ ആവറേജ് ഗ്രാജുവേറ്റ്സിനെല്ലാം കിട്ടുന്ന ഒരു 30,000 റേഞ്ചാണ്. എഞ്ചിനീയർമാർക്കാണെങ്കിൽ പോലും എല്ലാവർക്കും ആ റേഞ്ചിൽ തന്നെ വരത്തുള്ളൂ. എൻ്റെ കമ്പനിയിലാണെങ്കിൽ ഇപ്പോൾ 2 years കഴിയുമ്പോഴാണ് നിങ്ങൾ ആ 40K അടുത്ത് മാർക്കിലോട്ട് വരും. ജസ്റ്റ് 2 years എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നിങ്ങൾ ആ 40K മാർക്കിലോട്ട്. സാലറി ഇൻക്രീസ് ഉണ്ട് നന്നായിട്ട്.
അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ചാർട്ടർഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം. അതിപ്പം എഞ്ചിനീയർ, ഇപ്പോൾ അക്കൗണ്ടൻസിന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പോകുന്ന പോലെ തന്നെ എഞ്ചിനീയർമാർക്കും ചാർട്ടേഡ് എഞ്ചിനീയർ ആകാൻ പറ്റും. അതൊരു 3+ ഇയർ പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി അനുസരിച്ചിരിക്കും എത്ര പെട്ടെന്ന് നമുക്ക്. പക്ഷേ മിനിമം 3 വർഷം ചാർട്ടർഷിപ്പ് കിട്ടാൻ വേണ്ടി.